ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ ആഡം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഓസ്ട്രിയൻ ജർമ്മൻ പോയറ്റായിട്ടുള്ള റെയ്നർ മരിയ റിൽക്കെ എഴുതിയ ചെറിയൊരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ അനാലിസിസും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയം നോക്കാം. മാർവലിംഗ് ഹി സ്റ്റാൻഡ്സ് ഓൺ ദ കത്തീഡ്രൽസ് സ്റ്റീപ്പ് അസെൻറ്റ്. വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് നിൽക്കുകയാണ് കത്തീഡ്രലിൻ്റെ, അതായത് ഈ പള്ളിയുടെ ഈ സ്റ്റീപ്പ് അസെൻറ്റ്, അവിടെയുള്ള പടികൾ, ഇങ്ങനെ മുകളിലേക്കുള്ള പടികളുടെ അവിടെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കുന്നു. നമുക്കറിയാം, ഈ പോയത്തിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ ആഡമാണ് നിൽക്കുന്നത്. ആഡം എന്ന് പറയുന്നത് അബ്രഹാമിക് റിലീജിയൻസിലെ, അതായത് ക്രിസ്ത്യൻ, ഇസ്ലാം, ജൂത മതങ്ങളിലെ ആദ്യത്തെ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്ന കഥാപാത്രമാണ്. അദ്ദേഹം അവിടെ ഇങ്ങനെ ഈ പള്ളിയുടെ പടികളിൽ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ്. ക്ലോസ് ടു ദ റോസ് വിൻഡോ, ആ ജനലക്കരികിലായിട്ട്. ആസ് ദോ ഫ്രൈറ്റൻഡ് അറ്റ് ദ അപ്പോത്തിയോസിസ് which grew and all at once set him down over these and these. ഫ്രൈറ്റൻഡ്, ഭയപ്പെട്ടതുപോലെയാണ് ആഡം അവിടെ നിൽക്കുന്നത്. അപ്പോത്തിയോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉന്നതങ്ങളിലുള്ള ആൾ എന്നുള്ള അർത്ഥമാണ്. സ്വാഭാവികമായിട്ടും ദൈവത്തിനെ ഭയപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം ദൈവമാണ് ഇയാളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. സെറ്റ് ഹിം ഡൗൺ ഓവർ ദീസ് ആൻഡ് ദീസ്, ആ കാര്യങ്ങളും ഈ കാര്യങ്ങളും കൊണ്ട്, ദീസ് ആൻഡ് ദീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണത്. അതായത് ഈ വിലക്കപ്പെട്ടിട്ടുള്ള കനി അല്ലെങ്കിൽ ഫലം, ഈ ഫ്രൂട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് ആദത്തിനെയും ഈവിനെയും അല്ലെങ്കിൽ ഔവയെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ തന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ദൈവത്തോടുള്ള ഒരു ഭയത്തോടു കൂടി നിൽക്കുന്ന പോലെയാണ് ആദത്തെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു അത്ഭുതത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഈ ആദം അവിടെ നിൽക്കുന്നത്. ആൻഡ് സ്ട്രേറ്റ് ഹി സ്റ്റാൻഡ്സ് ആൻഡ് ഗ്ലാഡ് ഓഫ് ഹിസ് എൻഡ്യൂറൻസ്. എന്നാൽ ആ നിൽക്കുന്ന വ്യക്തി സ്ട്രെയിറ്റ്, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്, അഭിമാനത്തോടു കൂടി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഗ്ലാഡ് ഓഫ് ഹിസ് എൻഡ്യൂറൻസ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിൽ ജീവിക്കേണ്ടി വന്നെങ്കിലും ഇവിടെ അതിജീവിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനത്തോടു കൂടി ആദം നിൽക്കുന്നതായിട്ടാണ് പോയറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. സിംപ്ലി ഡിറ്റർമിൻഡ് ആസ് ദ ഹസ്ബൻഡ് മാൻ ഹു ബിഗാൻ ആൻഡ് ഹു ന്യൂ നോട്ട് ഹൗ. ഡിറ്റർമിൻഡ്, വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടാണ്, ഇവിടെ അതിജീവിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ആദം നിൽക്കുന്നത്. ഹസ്ബൻഡ് മാൻ എന്ന് പറയുന്നത് കൃഷിക്കാരൻ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഹൗസ് വൈഫ് എന്ന് പറയുന്നത് വീട്ടിലെ ജോലികൾ നോക്കുന്ന ആൾ എന്നുള്ളൊരു പ്രയോഗമാണെങ്കിൽ, ഹസ്ബൻഡ് മാൻ എന്ന് പറയുന്നത് കൃഷിയും കാര്യങ്ങളും നോക്കുന്ന ഒരു പുരുഷൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇയാൾ എങ്ങനെ തുടങ്ങി, എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയില്ല. ഫ്രം ദ ഗാർഡൻ ഓഫ് ഈഡൻ ഫിനിഷ്ഡ് ഫുൾ ടു ഫൈൻഡ് എ വേ ഔട്ട് ഇൻ ടു ദ ന്യൂ എർത്ത്. അപ്പോൾ ഈ ഗാർഡൻ ഓഫ് ഈഡൻ, ഈ ഏദൻ തോട്ടത്തിലാണ് ഈ ഹസ്ബൻഡ് മാൻ അല്ലെങ്കിൽ കൃഷിക്കാരൻ എന്ന് പറയുന്ന ആദം ഇവിടെ ഈ കൃഷി ജോലികളൊക്കെ ചെയ്തിരുന്നത്. അയാളിപ്പോൾ അവിടെ നിന്ന് ഭൂമിയിലെത്തിയിട്ട് ഭൂമിയിലാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പുതിയ ഭൂമിയിൽ. ഗോഡ് വാസ് ഹാർഡ് ടു പെർസ്വേഡ്. ദൈവത്തിനെ പെർസ്വേഡ് ചെയ്യാൻ, അതായത് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ആളുടെ തീരുമാനം മാറ്റാൻ എളുപ്പമായിരുന്നില്ല. ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമെന്നുള്ള തീരുമാനം ദൈവം എടുത്തു കഴിഞ്ഞു. ആദം എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ആ തീരുമാനം ദൈവം മാറ്റുന്നില്ല. ആൻഡ് ത്രെറ്റൻഡ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് എക്സീഡിങ്. മാത്രമല്ല ഭീഷണിപ്പെടുത്തുകൂടി ചെയ്തു. ഇയാളുടെ ഈ ഒരു അപേക്ഷകൾ കേൾക്കുന്നതിന് പകരം ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എവർ ആൻഡ് അഗെയിൻ ദാറ്റ് ഹി വുഡ് ഡൈ. നമുക്ക് അറിയാവുന്ന കഥയിലെ പോലെ ഭൂമിയിലേക്ക് ആദത്തെ പറഞ്ഞയച്ചു. മാത്രമല്ല നീയും നിൻ്റെ തലമുറയും ഇവിടെ ജീവിച്ച് മരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. യെറ്റ് മാൻ പെർസിസ്റ്റഡ്. എന്നിട്ടും മനുഷ്യർ തുടർന്നു, തൻ്റെ നിശ്ചയദാർഢ്യം തുടർന്നു. ഷീ വിൽ ബ്രിങ് ഫോർത്ത്. ഷീ എന്ന് പറയുന്നത് ഈവാണ്, ഇവിടെ ആദത്തിൻ്റെ വൈഫ്. അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും എന്നാണ് പറയുന്നത്. അതായത് നിത്യയൗവനത്തിൽ ജീവിക്കേണ്ടിയിരുന്ന ആദവും ഈവും ഇവിടെ ഒരു ഫാമിലി പോലെ അവർ ഒരു തലമുറ കഴിഞ്ഞ് അവർ മരിച്ചു പോകുന്നു, അടുത്ത തലമുറ വരുന്നു. അങ്ങനെ മരണം എന്തെന്ന് അറിയുന്ന ഒരു ശാപമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ശാപം കിട്ടിയിട്ടും
തൻ്റെ നിശ്ചയദാർഢ്യത്തിൽ ഒരു കുറവും വരാതെ ഇവിടെ അതിജീവിക്കുകയും ആ അതിജീവിക്കുന്നതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് ആദത്തെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പോയത്തിൽ പൊതുവിൽ കാണാൻ കഴിയുന്നത് മനുഷ്യരുടെ ഒരു നിശ്ചയദാർഢ്യത്തെയാണ് ഇവിടെ പോയറ്റ് പ്രശംസിക്കുന്നത്. ഈ പ്രയാസങ്ങൾക്കിടയിലും തൻ്റെ നിശ്ചയദാർഢ്യം കൈവിടാതെ എല്ലാം അതിജീവിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് മനുഷ്യർ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ഇവിടെ പോയറ്റ് പ്രശംസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് കത്തീഡ്രൽ സിഗ്നിഫൈ ഇൻ ദ പോയം? ഈ കത്തീഡ്രൽ ഈ പോയത്തിൽ എന്താണ് സിഗ്നിഫൈ എന്താണ് ചോദിച്ചിട്ടുള്ളത്. ദ കത്തീഡ്രൽ സിഗ്നിഫൈസ് ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്. മനുഷ്യരുടെ അച്ചീവ്മെൻറ്റ്, മനുഷ്യരുടെ നേട്ടങ്ങളെയാണ് ഈ കത്തീഡ്രൽ അവിടെ സിഗ്നിഫൈ ചെയ്യുന്നത്. വേർ ആഡം സ്റ്റാൻഡ്സ് ഇൻ കണ്ടംപ്ലേഷൻ ഓഫ് ഹിസ് എക്സിസ്റ്റൻസ് ആൻഡ് ക്രിയേഷൻ. അവിടെയാണ് ആദം തൻ്റെ ഒരു ജന്മത്തെക്കുറിച്ചിട്ടും ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മാർവലിംഗ് എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഉള്ള വരിയിൽ പറയുന്നത് വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് അവിടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര അത്ഭുതകരമായിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ് ഈ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനുഷ്യരുടെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഹൗ ഡസ് ദ ടൈറ്റിൽ ആഡം മാച്ച് വിത്ത് ദ പോയിറ്റ്സ് ഇൻറ്റൻഷൻസ്? ഇനി ഈ ടൈറ്റിൽ എങ്ങനെയാണ് ഈ പോയത്തിൻ്റെ തീമുമായിട്ട് യോജിച്ചു പോകുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ദ ടൈറ്റിൽ ആഡം മാച്ചസ് വിത്ത് ദ പോയിറ്റ്സ് ഇൻറ്റൻഷൻസ് ബൈ ഫോക്കസിങ് ഓൺ ദ ബിബ്ലിക്കൽ ഫിഗർ ഓഫ് ആഡം. നമ്മൾ നേരത്തെ പറഞ്ഞ അബ്രഹാമിക് റിലീജിയൻസിലെ ഫിഗറായിട്ടുള്ള ആദമിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എക്സ്പ്ലോറിങ് തീംസ് ഓഫ് ക്രിയേഷൻ, എൻഡ്യൂറൻസ് ആൻഡ് ന്യൂ ബിഗിനിങ്സ്. അവിടെ ക്രിയേഷൻ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആഡത്തിൻ്റെ എൻഡ്യൂറൻസ്, ഇവിടെ അതിജീവിക്കുക എന്നുള്ളതും പുതിയ തുടക്കങ്ങളുടെയൊക്കെ ഒരു സിമ്പിളാണ് അവിടെ പറയുന്നത്. അലൈനിങ് വിത്ത് ദി ഓവർ ആർച്ചിങ് നെറേറ്റീവ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആൻഡ് പൊട്ടൻഷ്യൽ. മനുഷ്യരുടെ ഒരു നിലനിൽപ്പും മനുഷ്യരുടെ അതിജീവനവും എന്നുള്ള ഒരു തീമാണുള്ളത്. അതുമായിട്ട് ചേർന്ന് പോകുന്ന ടൈറ്റിൽ തന്നെയാണ് നമുക്ക് പറയാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഗാർഡൻ ഓഫ് ഈഡൻ? ഇനി ഏദൻ തോട്ടത്തിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. The Garden of Eden symbolizes a place of origin and innocence from which Adam emerged and where he seeks a way forward into a new earth. ഏദൻ തോട്ടം എന്ന് പറയുന്നത് ആണ് ഈ ആദം വന്നിട്ടുള്ള സ്ഥലം, സ്വർഗത്തിലുള്ള തോട്ടം എന്നാണ് പറയുന്നത്. അത് ഒറിജിൻ, അതായത് എല്ലാത്തിൻ്റെ ആരംഭത്തിൻ്റെയും മാത്രമല്ല ഇന്നസെൻസ്, അവിടെ ഇവർക്ക് നിഷ്കളങ്കത മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് അറിവ് ലഭിക്കാനുള്ള ഫലം കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നിഷ്കളങ്കതയുടെയും അതുപോലെ തന്നെ ഒരു തുടക്കത്തിൻ്റെയും സിമ്പിളായിട്ടാണ് ഈ ഏദൻ ഗാർഡൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ്, അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഡസ് എ പോയം റിവീൽ അബൌട്ട് ദ പോയറ്റ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റിലീജിയൻ? ഇനി പോയറ്റിന് റിലീജിയനോടുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് എന്താണ് നമുക്ക് ഈ പോയത്തിൽ നിന്ന് മനസ്സിലാവുന്നത്? ഓ ആൻഡ് വണ്ടർ. The poet's description of Adam standing near the cathedral's rose window suggests a sense of awe and wonder, indicating a profound respect for religious imagery. ആദം ഈ കത്തീഡ്രലിൽ വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു വരിയിൽ നമുക്ക് പോയറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് മനസ്സിലാവുന്നത് ഈ റിലീജിയസ് ആയിട്ടുള്ള ഫിഗറുകളോട് അദ്ദേഹത്തിന് വലിയൊരു ബഹുമാനമുണ്ട്, അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹം അത് കാണുന്നത് എന്നുള്ള രീതിയിലാണ്. Fear and reverence. The portrayal of Adam as frightened at the apotheosis and God's threatening demeanor implies a mixture of fear and reverence towards religious concepts and authority. ഇനി ഈ ഒരു അത്ഭുതത്തിൻ്റെ കൂടെ ഉള്ളത് ഫിയർ ആണ്. അതായത് ആഡം തന്നെ ഇങ്ങനെ ഫ്രൈറ്റൻഡ് ആയിട്ടാണ്, ഭയപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് എന്ന രീതിയിലാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതം അതുപോലെ തന്നെ ബഹുമാനമുണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ഫിയർ, ഭയവുമുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൗ ഡസ് ദ പോയറ്റ് യൂളജൈസ് ദി എഫേർട്സ് ഓഫ് ദ ഹസ്ബൻഡ് മാൻ? ഇനി ഈ ഹസ്ബൻഡ് മാൻ്റെ അല്ലെങ്കിൽ ഈ ഫാർമറുടെ എഫേർട്സിനെ എങ്ങനെയാണ് പോയറ്റ് പ്രൈസ് ചെയ്യുന്നത്? സിംബോളിസം. The mention of the husbandman in the context of the Garden of Eden symbolizes a caretaker or cultivator. ഈ ഈഡൻ ഗാർഡനിലെ ഈ ഫാർമർ എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്. അയാൾ വെറുമൊരു ഫാർമർ മാത്രമല്ല, അതായത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്ന, സൃഷ്ടിക്കുന്ന ഒരു ക്രിയേറ്ററുടെ സിമ്പിൾ കൂടിയാണ് ഈ ഫാർമർ എന്ന് പറയുന്നത്. പ്രൈസിങ് ദ റോൾ ഓഫ് ദോസ് ഹു നർച്ചർ ആൻഡ് ബ്രിങ് ഫോർത്ത് ലൈഫ്. ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകളെ അവിടെ പോയിട്ട് പ്രൈസ് ചെയ്യുന്നു. ഡിറ്റർമിനേഷൻ ആൻഡ് റെസിലിയൻസ്.
The husband's role is praised for being simply determined, highlighting the qualities of perseverance and resilience, much like Adam's journey. മറ്റൊന്ന് ഈ ഫാർമറെ കുറിച്ചിട്ട് പോയിട്ട് പറയുന്നത് ഡിറ്റർമിനേഷനാണ്, നിശ്ചയദാർഢ്യമാണ്. മുന്നിൽ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അതിനു മുന്നിൽ തളരാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ട് മറികടക്കുന്ന ഒരാളായിട്ടാണ് ഈ ആഡമിനെ അല്ലെങ്കിൽ ഫാർമറിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് പോയിട്ട് ഈ ഹസ്ബൻഡ് മാനെ പ്രൈസ് ചെയ്യുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് റിൽക്കെ റീഡിഫൈൻ ദ ക്യാരക്ടർ ഓഫ് മാൻകൈൻഡ് ആസ് ദ ക്രിയേറ്റർ? ഇനി എങ്ങനെയാണ് ഈ പോയത്തിൽ മനുഷ്യരെ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? എൻഡ്യൂറൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. റിൽക്കെ പോർട്രേസ് മാൻകൈൻഡ്, പർട്ടിക്കുലർലി ആഡം, ആസ് എൻഡ്യൂറിങ് ആൻഡ് ഡിറ്റർമിൻഡ്. ഇവിടെ മനുഷ്യരെ പോയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നിശ്ചയദാർഢ്യമുള്ളവരും നിരന്തരം പരിശ്രമിക്കുന്നവരും എന്നുള്ള രീതിയിലാണ്. ആഡം എന്ന ആളുടെ സിമ്പൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ് ആൻഡ് ഗ്ലാഡ് ഓഫ് ഹിസ് എൻഡ്യൂറൻസ്, സജസ്റ്റിംഗ് എ റെസിലിയൻ്റ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ് നേച്ചർ ഇൻ ദ ഫേസ് ഓഫ് ചലഞ്ചസ്. തൻ്റെ ഈ അതിജീവനത്തിൽ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ആദത്തിനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഈ പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതെ അതിനെല്ലാം അതിജീവിക്കുന്ന ആളുകളായിട്ടാണ് മനുഷ്യരെ ഇവിടെ പോയിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. ക്രിയേറ്റീവ് പവർ. ബൈ ലൈക്കനിങ് മാൻകൈൻഡ് ടു എ ഹസ്ബൻഡ് മാൻ ഹു കൾട്ടിവേറ്റ്സ് ആൻഡ് ബ്രിങ്സ് ഫോർത്ത് ലൈഫ്, റിൽക്കെ എംഫസൈസസ് ഹ്യൂമാനിറ്റീസ് റോൾ ആസ് എ ക്രിയേറ്റർ കേപ്പബിൾ ഓഫ് നർച്ചറിങ് ആൻഡ് ഷേപ്പിംഗ് ദ വേൾഡ് അറൗണ്ട് ദം. മറ്റൊന്ന് ഹസ്ബൻഡ് മാൻ അല്ലെങ്കിൽ ഫാർമർ എന്നുള്ളൊരു സിമ്പലാണ്. ഇവിടെ മനുഷ്യരെ അല്ലെങ്കിൽ ആദത്തിനെ ഫാർമർ എന്നുള്ളൊരു സിമ്പൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഫാർമർ എന്ന് പറയുന്നത് ക്രിയേറ്ററാണ്. ഈ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന, ജീവൻ സൃഷ്ടിക്കുന്ന ആളുകളാണ് ഫാർമേഴ്സ്. ആ രീതിയിൽ മനുഷ്യരെ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. Transition and new beginnings. The mention of the husbandman's journey from the Garden of Eden to the new earth suggests a transition and a transformation, highlighting mankind's capacity for renewal and creation. മറ്റൊന്ന് ന്യൂ എർത്ത്, പുതിയ ഭൂമി എന്നുള്ള ഒരു പ്രയോഗമാണ്. അതായത് ഈ ഈഡൻ ഗാർഡനിൽ നിന്ന് പുറത്തു വന്നിട്ട് ഈ പുതിയ ഭൂമിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അവിടെ പുതിയ ഭൂമിയിലാണ് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. ആ രീതിയിൽ ഇവിടെ മാൻകൈൻഡിനെ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ പോയറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയറ്റ് എക്സ്പ്രസ് ഹിസ് അൺവേവറിംഗ് ഫെയ്ത്ത് ഇൻ മാൻകൈൻഡ്? ഇനി മനുഷ്യവംശത്തിലുള്ള വിശ്വാസം എങ്ങനെയാണ് പോയറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്? അസേർഷൻ ഓഫ് ലൈഫ്. The poet's declaration that she will bring forth reflects a strong belief in mankind's ability to create and bring forth life, indicating an unwavering faith in the vitality and creative power of humanity. ഇനി ഈ പോയത്തിൻ്റെ അവസാന വരിയിൽ അദ്ദേഹം ഒരു ഒപ്റ്റിമിസമാണ് പങ്കുവയ്ക്കുന്നത്. ഷീ വിൽ ബ്രിങ് ഫോർത്ത്, ഇത് മുന്നോട്ട് കൊണ്ടുപോകും, അതായത് മനുഷ്യവംശം ഇങ്ങനെ മുന്നോട്ട് തുടർന്നു പോകും എന്നുള്ളൊരു സന്ദേശമാണ് അവസാന വരിയിൽ തന്നിട്ടുള്ളത്. ആ രീതിയിൽ ഈ മനുഷ്യവംശത്തിലുള്ളൊരു പ്രതീക്ഷ പോയിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. പെർസിസ്റ്റൻസ് ആൻഡ് ബിലീഫ്. ഡിസ്പൈറ്റ് ഗോഡ്സ് ത്രെറ്റ്സ് ആൻഡ് ചലഞ്ചസ്, ദ പോയറ്റ് സജസ്റ്റ് ദാറ്റ് മാൻകൈൻഡ് പെർസിസ്റ്റഡ് ഇൻ ഇറ്റ്സ് ബിലീഫ്, ഇൻഡിക്കേറ്റിംഗ് എ ഡീപ് സീറ്റഡ് ഫെയ്ത്ത് ഇൻ ഹ്യൂമാനിറ്റീസ് റെസിലിയൻസ് ആൻഡ് എബിലിറ്റി ടു ഓവർകം ഒബ്സ്റ്റിക്കിൾസ്. മറ്റൊന്ന് പെർസിസ്റ്റൻസ്, നിരന്തര പരിശ്രമവും അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യമാണ്. മുന്നിൽ ഇതുപോലെ പ്രതിസന്ധികൾ വന്നിട്ടും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും പുതിയൊരു ഇടമായിട്ടുള്ള ഭൂമിയിൽ വന്നിട്ടും മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന ആളുകളായിട്ടാണ് മനുഷ്യരെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഇനിയും ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് മനുഷ്യർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പോയറ്റ് പറയുന്നത്. ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. The poet's focus on new beginnings and the new earth implies a hopeful outlook, expressing faith in mankind's potential to create a better future. മറ്റൊന്ന് ന്യൂ എർത്ത് എന്നുള്ള പ്രയോഗമാണ്. അതായത് പുതിയൊരു ലോകം സൃഷ്ടിക്കുകയാണ് മനുഷ്യർ എന്നാണ് പോയിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. ആ രീതിയിൽ ചുറ്റുമുള്ള ലോകത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല ഭാവിയിലേക്ക് മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള സന്ദേശമാണ് പോയിട്ട് നൽകുന്നത്. ആ രീതിയിൽ മനുഷ്യവംശത്തിലുള്ള പ്രതീക്ഷ പോയിട്ട് ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോയത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.